ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പേജ് 42 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ 42 പേജാണ്, മലയാളം മീഡിയത്തിലും പേജ് 42 തന്നെയാണ്. അപ്പോൾ ആദ്യം നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ ഓരോ ചോദ്യവും നോട്ട്ബുക്കിലോട്ട് എഴുതുക. അതിനുശേഷം ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക ശ്രദ്ധിക്കുക. അതിനുശേഷം അത് നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദി ബോട്ടം സൈഡ് ഓഫ് ദ ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ. ഫൈൻഡ് ഔട്ട് whether the top corner of each triangle is inside the circle, on the circle or outside the circle. ഇതിവിടെ 3 ത്രികോണങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം 3 ത്രികോണത്തിൻ്റെയും താഴത്തെ വശമാണ് ഈ നീല കളറിൽ കാണുന്നത്. ഈ താഴത്തെ വശം ഡയമീറ്റർ ആയിട്ട് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾസ് ഇതിലേതൊക്കെ ത്രികോണത്തിൻ്റെ മുകളിലെ ശീർഷത്തിലൂടെ കടന്നു പോകും, 3 മുകളിലെ വെർട്ടെക്സിലൂടെ കടന്നു പോകുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ഈ താഴത്തെ വശം നമുക്ക് ബേസ് ആയിട്ട് സർക്കിൾ വരയ്ക്കാൻ ഇപ്പോൾ സെൻറ്റർ എടുത്തു. അപ്പോൾ എ ബി ആണ് താഴത്തെ വശം എന്ന് വിചാരിക്കുക. ഒ ആണ് സെൻറ്റർ. ഒ കേന്ദ്രമായിട്ട് ഒ എ ആരമായിട്ട് ഒ എ റേഡിയസ് ആയിട്ട് സർക്കിൾസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ത്രികോണത്തിൻ്റെ മേലത്തെ ശീർഷത്തിലൂടെ കടന്നു പോകുള്ളൂ. കാരണം 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഒറ്റയടിക്ക് നമുക്കറിയാം. കാരണം എന്താണ്, ഈ കോണ് 90 കുറവാണ്. 90 കുറവായതുകൊണ്ട് ഈ ശീർഷവൃത്തത്തിന് പുറത്തായിരിക്കും. ഇത് 90 കൂടുതലായതുകൊണ്ട് ഈ 110 ആയ ശീർഷം വൃത്തത്തിന് അകത്തുമായിരിക്കും. അപ്പോൾ ഇത് 90 ആയതുകൊണ്ട് ഇതിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ എന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോട്ട്ബുക്കിലോട് ചിത്രം വരച്ച് അതിൻ്റെ കാരണം കൂടി എഴുതുക. കാരണം ഈ കോണ് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിലൂടെ മാത്രമേ കടന്നു പോകുള്ളൂ. മറ്റ് രണ്ടെണ്ണം ഒന്ന് പുറത്തായിരിക്കും, ഒന്നകത്തായിരിക്കും. രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ quadrilateral shown, check whether the other 2 corners are inside, on or outside the circle with that diagonal as diameter. ഇവിടെ ഒരു ക്വാഡ്രിലേറ്റർ, ഒരു ചതുർഭുജമാണ് വന്നിരിക്കുന്നത്. ചതുർഭുജത്തിന്റെ വികരണത്തിലൂടെ ഇപ്പോൾ ഒരു വികരണമാണ്, 2 വികരണം വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ഇതൊരു വികരണമാണ്. ഈ വികരണം വ്യാസമായിട്ട് അല്ലെങ്കിൽ ഡയമീറ്റർ ആയിട്ട് വൃത്തം വരയ്ക്കുകയാണെങ്കിൽ മറ്റ് 2 ശീർഷകൾ, ഈ മൂലകൾ വൃത്തത്തിന്റെ അകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ വൃത്തത്തിലായിരിക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഈ കോൺ 105 ആണ്, ഇത് 110 ഇത് 55. അപ്പൊ ഈ കോണുകളോടെ നമുക്ക് കാണാൻ പറ്റും എത്രയാണ്, 105ഉം 55ഉം 160, 160ഉം 10, 170, 270, 270ഉം 90 ആണ്. ചതുർഭുജത്തിലെ 4 കോണുകളുടെ തുക 360 എന്നറിയാം. അപ്പൊ ഇത് ABCD എന്ന പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ AC വ്യാസമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കോൺ ഡിയുടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് വ്യാസമായിട്ട് വരച്ചാലോ വൃത്തം ഇങ്ങനെ ഇതിലൂടെ കടന്നു പോകും. 90 ആയതുകൊണ്ട് ഇതിലൂടെ കടന്നു പോകും. പക്ഷേ ഈ ബി എത്രയായിരിക്കും, ബി വൃത്തത്തിന് പുറത്തായിരിക്കും മനസ്സിലാക്കാൻ പറ്റും. ബി വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും. DB ആണ് വ്യാസം എന്ന് വരിക. DB ആണ് വ്യാസം നോക്കൂ. DB വ്യാസമായിട്ട് വൃത്തം വരയ്ക്കാന്ന് വിചാരിക്കുക. DB വ്യാസമായിട്ട് വൃത്തം വരച്ചാലോ ഇത് മധ്യബിന്ദുവായിട്ട് എടുത്തു അല്ലേ, എന്നിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇതിലിങ്ങനെ പോവുക, ഇങ്ങനെ പോകുള്ളൂ. കാരണം ഈ 2 കോണും 90 കൂടുതലാണ് അല്ലേ. അപ്പോൾ 2 ബിന്ദുക്കൾ എന്തായിരിക്കും, സിയും വൃത്തത്തിനകത്തായിരിക്കും, എയും വൃത്തത്തിന് അകത്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതും നോട്ട്ബുക്കിൽ നോക്കി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If circles are drawn with each side of a triangle of sides 5 centimeters, 12 centimeters and 13 centimeters as diameters, then with respect to each circle, where should be the third vertex? ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്, ഇതിന്റെ സൈഡ്സ് 5, 12, 13 ആണ് അല്ലെ. 5, 12, 13 ഉള്ള ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. 5, 12, 13 ആണ് സൈഡ്സ് എങ്കിൽ അത്തരം ട്രയാങ്കിളിന് പ്രത്യേകതയുണ്ട്. ആ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊരു മട്ട ത്രികോണമായിരിക്കും, സംശയമൊന്നുമില്ല. കാരണം എന്താണ്, അവിടെ പൈതഗോറസ് തിയറം ബാധകമാണ് അല്ലേ. കർണം സ്ക്വയർ സമം പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പോട്ടനിസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്. ഇത് നമ്മൾ 5 എടുത്തു അല്ലെ. ഈ സൈഡ് 5 ആണ്, ഇത് 12 ആണ് അല്ലേ. ഒരു സൈഡ് 13 ആണ്, ഏറ്റവും ദൂരം കൂടി 13 ആണ്. നമുക്കറിയാം എന്താ പഠിച്ചിട്ടുള്ളത്, 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ അല്ലേ
ഈക്വൽ ടു 13 സ്ക്വയർ ആണ് പഠിച്ചിട്ടുണ്ട്. 5 സ്ക്വയർ 25 ആണ്, 12 സ്ക്വയർ 144 ആണ്, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 169 ആണ്. അത് 13 സ്ക്വയർ ആണ്. അപ്പോൾ ഇങ്ങനെ 3 വശങ്ങൾ ഒരു മട്ടത്രികോണം വരച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു മട്ടത്രികോണമായിരിക്കും. പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സ് വശങ്ങളായി വരുന്ന ത്രികോണം എപ്പോഴും മട്ടത്രികോണമായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് സൈഡ്സ് 5, 12 and 30 സെന്റിമീറ്റേഴ്സ് ആസ് ഡയമീറ്റേഴ്സ്. ഇതിലേതെങ്കിലും ഓരോ വശങ്ങൾ ഡയമീറ്റർ ആയിട്ട് വൃത്തം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then with respect to each circle where should be the third vertex? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ 5 ഡയമീറ്റർ ആയിട്ടാണ് വരയ്ക്കുന്നതിരിക്കുക. 5 ആണ് ഡയമീറ്റർ എടുക്കുന്നെങ്കിലോ, കാരണം ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ 2 കോണും 90-നേക്കാൾ കുറവായിരിക്കും. ഇത് 90 ആയതുകൊണ്ട് ഈ 2 കോണും 90-നേക്കാൾ കുറവായിരിക്കും. ഇപ്പോൾ 5 വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക, ഇത് എന്തായിരിക്കും? ഈ തേർഡ് വെർട്ടെക്സ് വൃത്തത്തിന് പുറത്തായിരിക്കും. ഇനി 12 ആണ് എടുത്തു വെച്ചാലോ, 12 വെച്ചാൽ ഇതേ കണ്ടീഷൻ തന്നെയായിരിക്കും. 12 ഈ തേർഡ് വെർട്ടെക്സ് എന്നായിരിക്കും 90 കുറവായതുകൊണ്ട് അതും വൃത്തത്തിന് പുറത്തായിരിക്കും, മനസ്സിലാക്കാം. ഇനി 13 എടുക്കുന്നെങ്കിലോ, 13 ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്നെങ്കിലോ, ഈ 3 ശീർഷത്തിലൂടെ വൃത്തം കടന്നു പോകും. കാരണം ഇത് 90 ഡിഗ്രിയാണ് അല്ലെ. ഈ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇപ്പൊ കൃത്യമായിട്ട് വൃത്തം 3 തേർഡ് വെർട്ടെക്സും വൃത്തത്തിലെ ബിന്ദു തന്നെയായിരിക്കും. ഇതും വരച്ചു നോക്കാം. ഇങ്ങനത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു മട്ടത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ നമ്പേഴ്സ് പരിഹരിക്കുക. 3, 4, 5, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ സമം 5 സ്ക്വയർ ആണ്. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 അല്ലെ. 3, 4, 5 അത് ഇതുപോലെ വശങ്ങളായ ത്രികോണം മട്ടത്രികോണമായിരിക്കും. അതുപോലത്തെ ഒരു ജോഡിയാണ് 5, 12, 13. ഇങ്ങനത്തെ ജോഡികളൊക്കെ വേറെ ഉണ്ടോയെന്ന് നോക്കാം. അടുത്ത ചോദ്യം, ഇൻ ദ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ആൻഡ് എ സ്മോളർ സർക്കിൾ വിത്ത് ഹാഫ് ദ ലൈൻ ആസ് ഡയമീറ്റർ. Prove that any chord of the larger circle through the point where the circles meet is bisected by the smaller circle. ഇവിടെ ചോദ്യം നോക്കുക, 2 സർക്കിൾസ് കാണുന്നുണ്ട്. ഒന്ന് വലിയ സർക്കിളാണ്. വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AB ആണ് ഡയമീറ്റർ. ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ AC ആണ്. പക്ഷെ ഒരു ബന്ധമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? A smaller circle with half the line as diameter. ഇതിന്റെ നേരെ പകുതിയാണ്. അപ്പൊ AB-യുടെ ശരിക്കും ഇത് മിഡ് പോയിന്റ് ആയിരിക്കും C അല്ലെ. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊത്തം AB-യുടെ നേരെ പകുതിയാണെന്ന് മനസ്സിലാക്കുക. ഇനി പറഞ്ഞിരിക്കുന്നതാണ് A is the intersecting point. 2 സർക്കിളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് A. അങ്ങനെയുള്ള ബിന്ദുവിന് prove that any chord of the larger circle through the point where the circles meet. ഈ 2 സർക്കിളും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഒരു കോഡ് വരച്ചിരിക്കുകയാണ്. AD എന്നൊരു കോഡ് വരച്ചിരിക്കുകയാണ്. ആ കോഡ് ചെറിയ സർക്കിളിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് E. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. പറഞ്ഞതാണ് prove that the circle meet is bisected by the small circle. Prove that any chord of the large circle through the point where the circles meet is bisected by the small circle. അപ്പോൾ ഈ 2 സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വലിയ സർക്കിളിലേക്ക് വരയ്ക്കുന്ന കോഡിനെ ചെറിയ സർക്കിൾ ഇവിടെ വെച്ചിരുന്നതാണ് 2 തുല്യ പകുതികളായി വിഭജിക്കുമെന്ന് പറയുന്നത്. അതായത് ഈ ദൂരത്തിന്റെ ഇരട്ടിയാണ് AD-യുടെ ദൂരം എന്ന് തെളിയിച്ചാൽ മതി. വളരെ ഈസിയാണ്. നമുക്കറിയാം AB-യുടെ ഡയമീറ്റർ ആണ്, AB വ്യാസമാണ്, D is a point on a circle. അപ്പോൾ ഈ കോണത്തിലായിരിക്കും ഇത് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. അതേപോലെ ഇവിടെ ജോയിൻ ചെയ്ത് നോക്കൂ. ഇവിടെ ജോയിൻ ചെയ്താലോ, ഇതും AC ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ വ്യാസമാണ്. E is a point on the smaller circle. അതുകൊണ്ട് ഈ കോണത്തിലായിരിക്കും 90 ഡിഗ്രിയാണ്. ഇനി നോക്കുക, ഈ ആംഗിൾ A എന്ന് പറയുന്നതാണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 2 ട്രയാങ്കിളുകളുണ്ട്. ഈ സ്മോൾ ട്രയാങ്കിൾ ACD അല്ല ACE ആണ് അല്ലെ. ACE. വലിയ ട്രയാങ്കിൾ അതാ ABD ആണ്. ABD. ഈ 2 ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണെന്നാണ് തെളിയിക്കുന്നത്. ഈ 2 ത്രികോണങ്ങളും സദൃശ്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. കാരണം നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 2 ത്രികോണങ്ങൾ സദൃശ്യങ്ങളാണെന്ന് തെളിയിക്കുന്നത് അവയുടെ 2 കോണുകൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. കാരണം ഇവിടെ ഇത് 90, ഇത് 90. ചെറിയ ത്രികോണത്തിന്റെ ഇത് 90 ആണ്, വലിയ ത്രികോണത്തിന് ഒരു കോണ് 90 ആണ്. അപ്പോൾ
ഒരു ജോഡി കോണുകൾ തുല്യമായി. ഇനിയോ എ എന്ന കോണ് ഈ രണ്ട് ത്രികോണത്തിനും പൊതുവായ കോണാണ്. എ ബി ഡി എന്ന ത്രികോണത്തിനൊരു കോണാണ് കോണ്, എ സി ഇ എന്ന ത്രികോണത്തിനൊരു കോണാണ് എ. രണ്ട് ജോഡി കോണുകൾ തുല്യമായതുകൊണ്ട് ഈ ത്രികോണങ്ങൾ സിമിലർ ട്രയാങ്കിൾസ് ആണ്. ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, അല്ലെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ ത്രികോണങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സദൃശ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ ആനുപാതികമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? If two triangles are similar, then the sides opposite to equal angles are proportional. തുല്യ ആംഗിളുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമാണ്. ഇവിടെ ഇതാ ഈ കോണിനെതിരെയുള്ള വശവും ഈ കോണിനെതിരെയുള്ള വശവും, ഈ 90 ഡിഗ്രി കോണുകളുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണിത്. അതുകൊണ്ട് മൂന്നാമത്തെ ഈ കോൺ എടുക്കുകയാണെങ്കിൽ ഇതിനെതിരെയുള്ള വശമാണ് എ ഇ, അതിന് തുല്യമായ കോണാണ് ഇത്, അതിനെതിരെയുള്ള വശമാണ് എ ഡി. എ ഇയും എ ഡിയും തമ്മിലുള്ള അംശബന്ധവും അതുതന്നെയായിരിക്കും. എ സി ഈസ്റ്റ് എ ബി 1:2 ആയതുകൊണ്ട് എ ഇ ഈസ്റ്റ് എ ഡിയും 1:2 ആണ്. അല്ലെങ്കിൽ എ ഇയുടെ ഇരട്ടിയാണ് എ ഡി, അല്ലെങ്കിൽ ഈ ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ ചെറിയ വൃത്തം എ ഡി എന്ന വശത്തിനെ സമഭാഗം ചെയ്യുന്നു. ബൈസെക്റ്റഡ് ബൈ ദ സ്മോൾ ബൈസെക്ട് ചെയ്യുന്നു അല്ലെ. അടുത്ത ഭാഗവും നമുക്കറിയാം. യൂസ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ അപ് ടു 2 decimal places ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി സർക്കിൾ ഇൻ ദ പിക്ചർ. നമുക്കറിയാം ഒരു മട്ടമാണ് അല്ലെ, ഇത് മട്ടമാണ്. ഇതൊരു പി എന്ന പോയിന്റ് ആണെന്നിരിക്കുക. പിയിൽ നിന്ന് ഉള്ള രണ്ട് അല്ലേ, ഇവിടെ ഈ കോൺ 90 ഡിഗ്രിയാണ്. മട്ട ആയതുകൊണ്ട് ഇത് എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം. ഇപ്പൊ ഇതാ ഈ വര, ഈ വരയും ഈ വരയും ശരിക്കും രണ്ട് പിയിൽ നിന്നുള്ള രണ്ട് വരകൾ പരസ്പരം പെർപെൻഡിക്കുലർ ആയ രണ്ട് വരകളാണ്. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഇതായി ഇവിടെ എ ആണ്, ഇവിടെ ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചതാണ്, അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന പരസ്പരം ലംബമായ രണ്ട് വരകൾ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു ഡയമീറ്റർ ആയിരിക്കും സർക്കിളിന്റെ. അപ്പോൾ നോക്കൂ, എ ബി എന്തായിരിക്കും? ഇവിടെ എ ബി ഒരു ഡയമീറ്റർ ആയിരിക്കും. എ ബി ഇസ് എ ഡയമീറ്റർ. അപ്പോൾ എ ബിയുടെ നീളം കാണാൻ പറ്റും. നമുക്കറിയാം ഇത് എത്രയാണ്. ഇപ്പോൾ പി എയുടെ നീള സ്കെയിൽ നോക്കിയാൽ അറിയാം എത്രയാണ്. ഇവിടെ വരെ 3 ആണ്. ഇത് 3 ആണ് അല്ലേ. ഇതെത്രയാ? ഇത് 6 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 6 ആണ്. പൈതഗോറസ് തിയറം എന്താണ്? ഇത് ഹൈപ്പോട്ടിനസ് ആണ്. ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇപ്പോൾ പി ബിയുടെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ബിയുടെ നീളം പി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണ്. 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എത്രയാ? 9 ആണ്. 9 പ്ലസ് 6 സ്ക്വയർ എത്രയാ? 36 ആണ് അല്ലേ. 36ഉം 9ഉം കൂടെ 35. ഇപ്പോൾ 45ന്റെ റൂട്ട് കാണുക. ഇപ്പോൾ ഡയമീറ്റർ കിട്ടി. ഡയമീറ്റർ കാണാൻ എന്താണ്? അതിനാണ് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കായി. യൂസ് എ കാൽക്കുലേറ്റർ ടു ഡിറ്റർമിൻ. അപ്പോൾ ഇത് കാണുന്നത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് റൂട്ട് 45 എത്രയാണെന്ന് കാണുക. അതിന്റെ പകുതിയായിരിക്കും ഇതിന്റെ റേഡിയസ് ആർ എന്ന് പറയുന്നത്. നമ്മൾ 9ാം ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയസ് കിട്ടി. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാലോ പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാം ഇതല്ലേ, ചുറ്റളവാണ്. പെരിമീറ്റർ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പെരിമീറ്റർ നയൻത്തിൽ പഠിച്ചിട്ടുണ്ട്. 2πr ആണ് അല്ലേ. 2πr ആണ് പെരിമീറ്റർ കാണാനുള്ള ഫോർമുല. 2πr ആണ്. ഇതിൽ 6 ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. പൈയുടെ വില നമുക്കറിയാം 3. അപ്രോക്സിമേറ്റ് വാല്യൂ ഏകദേശ വില 3.14 ആണ്. അതും കൂടെ കൊടുത്തിട്ട് പെരിമീറ്റർ കാണുക. ഏരിയ കാണാനും പഠിച്ചിട്ടുണ്ട്. ഏരിയ കാണാനുള്ള സൂത്രമൊക്കെ എന്താണ്? പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഏരിയ കൂടി കാണുക. അപ്പോൾ 6 ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. ഇതും ചെയ്തു നോക്കുക. 6ാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്. ഒരു സ്മോൾ സർക്കിളും ഒരു ലാർജ് സർക്കിളും ഉണ്ട്. ഈ 2 സർക്കിൾസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇത് എ ആണ് അല്ലേ. ഈ പോയിന്റാണ് എ എന്ന പോയിന്റാണ് ഒന്ന് തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു. ഒന്നിതാണ്, ഒന്ന് ബി എന്ന പോയിന്റാണ്. 2 circles in the picture cross each other at A and B. The points P and Q are the other ends of the diameter through A. എയിലൂടെയുള്ള ഒരു ഡയമീറ്ററിൻ്റെ അതർ എൻഡാണ് പി,
അതുപോലെ വലിയ സർക്കിളിൻ്റെ എയിലൂടെയുള്ള ഡയമീറ്ററിൻ്റെ അതർ എൻഡാണ് ക്യൂ. ഇത് രണ്ടും ഡയമീറ്ററാണ് അല്ലേ. എ ക്യൂ ഒരു ഡയമീറ്ററാണ്, എ പി ഒരു ഡയമീറ്ററാണ്. അപ്പോൾ ഈ സ്മോൾ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് എ പി. ബി ഇസ് എ പോയിൻ്റ് ആണ്, ബി ഒരു പോയിൻ്റുമാണ്, പോയിൻ്റ് ഓൺ ദി സ്മോൾ സർക്കിൾ. സോ അപ്പോൾ നമ്മൾ എ ബി പി ബി ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിലെ സർക്കിളിൻ്റെ ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്താൽ എത്രയായിരിക്കും, ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. കാരണം ഇത് ഡയമീറ്ററാണ്, എ പി ഇസ് എ ഡയമീറ്റർ ആൻഡ് ബി ഇസ് എ പോയിൻ്റ് ഓൺ ദി സ്മോൾ സർക്കിൾ. സോ ആംഗിൾ എ ബി പി 90 ഡിഗ്രിയാണ്. അതേപോലെ എ ക്യൂ ഒരു ഡയമീറ്ററാണ്, എ ക്യൂ ഈ വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. അതുപോലെ ബി ഇസ് എ പോയിൻ്റ് ഓൺ ദി ലാർജർ സർക്കിൾ. അപ്പോൾ ഇതേപോലെ തന്നെ എന്താ ഇത് ജോയിൻ ചെയ്ത് നോക്കുക, ഇത് ജോയിൻ ചെയ്താലോ ഇതും എത്രയായിരിക്കും, ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലോ 180 ആയിരിക്കും. 90 + 90 180. ഈ ആംഗിൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നുള്ളത് ഒരു ലീനിയർ പെയേഴ്സാണ് അല്ല. ലീനിയർ പെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല, എങ്ങനെയാണ് ഉണ്ടാകുക. അതായത് ആഡ് ചെയ്താൽ എത്രയായിരിക്കും, അത് 180 ആണ്. ഇങ്ങനെയാണെങ്കിൽ അല്ലേ, ഇത് ലൈനിലെ നമ്പർ ആണെങ്കിൽ 180 കിട്ടുള്ളൂ. ഇവിടെ ലൈനാണ്. അപ്പോൾ these 3 points P, B and Q lie on a same line. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ്. ഇതിൻ്റെ സെൻറ്റർ നോക്കാം. നമുക്ക് സെൻറ്ററിനെ ഇവിടെ മാർക്ക് ചെയ്തു. ഇതിൻ്റെ സെൻറ്ററിന് നമ്മൾ എം എന്ന് കൊടുത്തു. ഇതിൻ്റെ സെൻറ്ററിന് എൻ എന്ന് കൊടുത്തു. ഇതിനെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കും, ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. നമുക്ക് എന്താണ് പ്രൂവ് ദാറ്റ് ദ പി ക്യു ഈസ് പാരലൽ ടു ദി ലൈൻ ജോയിനിങ് ദി സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ്. ഇവിടെ നോക്കൂ, എ പി ക്യു എന്ന ട്രയാങ്കിൾ നോക്കുക. എ പി ക്യു എന്ന ട്രയാങ്കിളിൻ്റെ എ പി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എൻ. കാരണം ഇവിടെ എ പി ഡയമീറ്ററാണ്, എൻ സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ എന്താണ്, എ പിയുടെ മിഡ് പോയിൻ്റ് ആയിരിക്കും എൻ. അതേപോലെ എ ക്യൂയുടെ ഡയമീറ്ററാണ്, എം സെൻറ്ററുമാണ്. അപ്പോൾ എം മിഡ് പോയിൻ്റ് ഓഫ് എ ക്യൂ. അപ്പോൾ ട്രയാങ്കിൾ എ പി ക്യൂവിലെ എ പി എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് എൻ, എ ക്യൂ എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് എം. നമ്മൾ 9th പഠിച്ചു ഓർക്കുന്നതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും, കൂടാതെ മൂന്നാമത്തെ വശത്തിന് നീളത്തിൻ്റെ പകുതിയായിരിക്കും. The line joining the midpoints of any two sides of a triangle is parallel to the third side and its length is half of the third side എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എം എൻ എന്ന ലൈൻ ഈ പി ക്യൂവിന് പാരലായിരിക്കും, കൂടാതെ പി ക്യൂവിൻ്റെ ലെങ്തിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടും ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദി ടു ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾസ് ആസ് ഡയമീറ്റേഴ്സ് പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും വളരെ ഈസി ആയിട്ട് തെളിയിക്കാം. നമുക്ക് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ നോക്കാം. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഈ രണ്ട് സൈഡ്സ് ഈക്വലാണ്. രണ്ട് സൈഡ്സ് ഈക്വലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നിങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, ഇതൊരു ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സി ഡി ഇപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യും അല്ലേ. അതുപോലെ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് പ്രൂവ് ദാറ്റ് ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദ ടു ഈക്വൽ സൈഡ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾസ് ആസ് ഡയമീറ്റേഴ്സ്. ഈ ഈക്വൽ സൈഡ്സ് ഡയമീറ്ററായിട്ട് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ല സോറി സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ എ സി ആണ് ഇതിലൊരു ഈക്വൽ സൈഡ്. എ സി
ഡയമീറ്റർ ആകുന്ന വിധത്തിൽ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും പോവുക? സർക്കിൾ നോക്കൂ, കാരണം ബിയിലൂടെ കടന്നു പോകും. ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയതുകൊണ്ട് ഡിയിലൂടെ കടന്നു പോകും. അല്ല ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും അല്ലേ? എ സി ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾ ഡി എന്ന പോയിന്റിലൂടെ കടന്നു പോകും. കാരണം എ സി ഡയമീറ്ററുമാണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിലൂടെ കൃത്യമായിട്ട് കടന്നു പോകും. ഇനി അതേപോലെ ബി സി ഡയമീറ്റർ ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കുന്നെങ്കിലോ, ബി സി ഡയമീറ്റർ ആണെങ്കിലും ഡിയിലൂടെ തന്നെ കടന്നു പോകും അല്ലേ? കാരണം എന്താണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്, ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിലേയും കടന്നു പോകും. അപ്പോൾ ഈ രണ്ട് ഇതിലൂടെ കടന്നു പോകുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കുക, 8ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് ദി സൈഡ്സ് ഓഫ് ദ റോംബസ് ആർ ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ് എന്നാണ്. ഇപ്പോൾ ഇവിടെ റോംബസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. ഇവിടെ എല്ലാ വശങ്ങളും ഈക്വലുമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ സർക്കിൾസ് വരച്ചിരിക്കുന്നത് റോംബസ്, ഇപ്പോൾ ഇത് ഒരു ഡയമീറ്ററാണ് അല്ലേ? ഈ വശം ഡയമീറ്റർ ആയിട്ടാണ് ഈ സർക്കിൾ വരച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഡയമീറ്റർ ആയിട്ടാണ് റോംബസിൻ്റെ ഈ വശം ഡയമീറ്റർ ആയിട്ടാണ് ഈ സർക്കിൾ വരച്ചിരിക്കുന്നത്. ഈ വശം ഡയമീറ്റർ ആയിട്ടാണ് ഈ സർക്കിൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ വശം ഡയമീറ്റർ ആയിട്ടാണ് 4 വ്യത്യസ്ത സർക്കിൾ വരച്ചിരിക്കുന്നത്. നമുക്ക് തെളിയിക്കുന്നതാണ് ഈ 4 സർക്കിൾസ് ഈ കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ് തെളിയിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ട പ്രത്യേകത ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യാന്നിരിക്കുക, ജോയിൻ ചെയ്യാണ്. അപ്പോൾ നോക്കൂ, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസെലസ് ട്രയാങ്കിൾ കാരണം എന്താണ്? റോംബസിൻ്റെ സൈഡ്സുകൾ ഈക്വൽ ആയതുകൊണ്ട് ഈ 2 സൈഡും, റോംബസിൻ്റെ സൈഡ്സ് നമുക്കറിയാം ഈക്വലാണെന്നറിയാം. അതുകൊണ്ട് ഈ 2 സൈഡും എന്തായിരിക്കും? ഈ 2 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാന്നിരിക്കുക. പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിൾസ് ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ്. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് 2 സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾസ് എന്ത് ചെയ്യുന്നു? ഒരു കോമൺ പോയിന്റിലൂടെ കടന്നു പോകും. ആ കോമൺ പോയിന്റ് ഏതാണെന്ന് നമുക്കറിയാം. ഇനി അതേപോലെ തന്നെ നമുക്കതാ ഈ വശം നോക്കുക, ഈ വശം നോക്കിക്കോളൂ, ഈ ട്രയാങ്കിൾ നോക്കുക. ഇതുപോലെ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ് അല്ല? ഈ 2 വശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇത് വശമായിട്ട് സർക്കിൾസ് വരച്ചാലോ അതും ഒരു കോമൺ പോയിന്റിലൂടെ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചാൽ കോമൺ പോയിന്റിലൂടെ കടന്നു പോകും അല്ലേ? ഇതിലൂടെ കടന്നു പോകും. അപ്പോൾ ഇപ്പോൾ ഈ 4 സർക്കിൾസും കടന്നു പോകുന്ന കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് തെളിയിക്കാം. അതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. ഇത് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നല്ലേ? ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബൈസെക്ട് ചെയ്യുക. ഇവിടെയും നോക്കൂ, പ്രൂവ് ദാറ്റ് എനി ഓഫ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലേറ്റർ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ. അഡ്ജസൻസ് ഈക്വൽ ആണെങ്കിൽ ഇതും തെളിയിക്കാൻ പറ്റും നമുക്ക്. ഇവിടെയും ഇതേ തത്വം ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇത് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ 2 സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യുക. ആ പോയിന്റിലൂടെ ആയിരിക്കും ഈ 2 സർക്കിൾ കടന്നു പോകുന്നത് അല്ലേ? ഈ 2 സർക്കിൾ ഇതിൽ കടന്നു പോകും. അതേപോലെ ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചാൽ ഈ 2 സൈഡ്സും ഇതും ഈക്വൽ ആയതുകൊണ്ട് എന്താണ് ഇത് ഓൾസോ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചാൽ ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യും. അതിലൂടെ ഈ 2 സർക്കിൾസും കടന്നു പോകും. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നു? ഏത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വലായ ഏത് ക്വാഡ്രിലേറ്ററിനും ഇത് പ്രൂവ് ചെയ്യും പറ്റും. അതിൻ്റെ സൈഡ്സ് ഡയഗണലായി വരയ്ക്കുന്ന സർക്കിൾസ് ഒരു കോമൺ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. ഒരു അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിൻ്റെ 2 അറ്റങ്ങളും ചേർത്തൊരു ത്രികോണം വരച്ചു. അർദ്ധവൃത്തത്തിലെ ഒരു ബിന്ദുവും വ്യാസത്തിൻ്റെ 2 അഗ്രബിന്ദുക്കളോട് ചേർത്തൊരു ത്രികോണം വരച്ചു. തുടർന്ന് ത്രികോണത്തിൻ്റെ മറ്റു 2 വശങ്ങൾ വ്യാസമായിട്ട് അർദ്ധവൃത്തങ്ങൾ വരച്ചു. ഈ 2ാം ചിത്രത്തിലെ നീലയും ചുവപ്പുമായ ഈ 2 ചന്ദ്രക്കലകളുടെ പരപ്പളവും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവും തുല്യമാണെന്ന് തെളിയിക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിലും a triangle is drawn by joining a point on a semicircle to the ends of the diameter, then semicircles are drawn with the other 2 sides as diameter. നമുക്കറിയാം, ഒരു സെമി സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഡയമീറ്റർ എൻഡ് പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്ന ട്രയാങ്കിളാണിത്.
ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് സൈഡുകൾ ഡയമീറ്റർ ആകുന്ന വിധത്തിൽ വരച്ചിരിക്കുന്ന അർദ്ധവൃത്തമാണിത്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ രണ്ട് ചന്ദ്രക്കലാ രൂപത്തിലുള്ള ഭാഗം, ചന്ദ്രക്കല ഈ നീല കളറുള്ള ചന്ദ്രക്കല അല്ലെ ക്രസന്റ് ആണ്. ക്രസന്റ്, ഈ രണ്ട് ക്രസന്റുകൾ പരപ്പളവുകൾ ഏരിയ കൂട്ടിയാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് തുല്യമാണെന്ന് തെളിയിക്കണം. നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞ പോലെയുള്ള സെമി സർക്കിളാണ്. അതിലൊരു പോയിന്റാണ് സി. സി എ ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സ് ആയ എ ബിയുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ട്രയാങ്കിളാണ് എ സി ബി. എ സി ബി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, മറ്റ് രണ്ട് വശങ്ങളാണ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആയ രണ്ട് വശങ്ങൾ. ഒന്ന് എ സി ആണ്, ഒന്ന് ബി സി ആണ്. എ സി ഡയമീറ്റർ ആയിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു, അർദ്ധവൃത്തം വരയ്ക്കുന്നു. ഈ റെഡ് കളറിലുള്ളതാണ് അത്. ഇനി ബി സി ഡയമീറ്റർ ആയിട്ട് വരച്ചതാണ് ഈ ബ്ലൂ കളറിലുള്ള സെമി സർക്കിൾ. നമുക്ക് തെളിയിക്കേണ്ടത് ഈ ചുവന്ന കളറിലുള്ള നീല കളറിലുള്ള ചന്ദ്രക്കലകളുടെ അല്ലെങ്കിൽ ക്രസന്റുകളുടെ പരപ്പളവുടെ തുക ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് തുല്യമാണെന്ന് തെളിയിക്കണം. അതിന് ഒരു സെമി സർക്കിളിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം. സെമി സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആയതുകൊണ്ട് സെമി സർക്കിളിന്റെ ഏരിയ 1/2 പൈ ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പൈ ആർ സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ ഈ വലിയ സെമി സർക്കിൾ അതിന്റെ ഡയമീറ്റർ എ ബി ആണ്. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ബി ബൈ 2 ആയിരിക്കും. അപ്പോൾ പിന്നെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി എന്ന് പറഞ്ഞാൽ 1/2 പൈ എ ബി ബൈ 2 ഹോൾ സ്ക്വയർ ആയിരിക്കും. എ ബി ബൈ 2 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇനി ഈ ചുവന്ന കളറിലുള്ള സെമി സർക്കിളിന്റെ ഏരിയ 1/2 പൈ ഇതിന്റെ ഡയമീറ്റർ എ സി ആണ്, അപ്പോൾ എ സി ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. ഇത് ബ്ലൂവിൻ്റെയോ 1/2 പൈ ബി സി ബൈ 2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1/2 പൈ എ സി ബൈ 2 സ്ക്വയർ എ സി സ്ക്വയർ ബൈ 4 ആയിരിക്കും. എ സിയുടെ സ്ക്വയർ എ സി സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4. അതേപോലെ ബി സിന്റെ സ്ക്വയർ ബി സി സ്ക്വയർ ബി സി ബൈ. ഇവിടെ 1/2 പൈ കോമൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/2 പൈ ഇൻറ്റു എ സി സ്ക്വയർ ബൈ 4 പ്ലസ് ബി സി സ്ക്വയർ ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ 4. 4 ഈസ് എ കോമൺ ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ എ സി പിന്നെ ഇവിടെ നോക്കൂ, എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്താണ്? ഇത് മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങൾ കൂട്ടിയാൽ ഈ വശത്തിന്റെ വർഗ്ഗം കിട്ടും. അതുകൊണ്ട് 1/2 പൈ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയറിന് പകരം 1/2 എ ബി സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ 1/2 പൈ എ ബി ബൈ 2 ഹോൾ സ്ക്വയർ. അത് ആദ്യം പറഞ്ഞ സാധനം കിട്ടി. എന്താണ്? ഏരിയ ഓഫ് ദ സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി ആണ്. അതായത് ഈ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവ്, ഈ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയകളുടെ തുക ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയയുടെ തുകയ്ക്ക് തുല്യമാണെന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കുക, ഈ വലിയ സെമി സർക്കിളിനും ചെറിയ സെമി സർക്കിളുകൾക്കും കോമൺ ആയിട്ടൊരു ഭാഗമുണ്ട് അല്ല. ഈ വലിയ സെമി സർക്കിൾ നോക്കൂ, വലിയ സെമി സർക്കിളിന് ഈ ഭാഗം അല്ലേ, ഈ ഭാഗം നോക്കൂ, ഈ രണ്ട് ഭാഗം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഇനി നമ്മൾ വലിയ സെമി സർക്കിൾ നോക്കൂ, ചെറിയ സെമി സർക്കിൾ നോക്കൂ. ചെറിയ സെമി സർക്കിളുകളിൽ അതിന്റെ ഈ രണ്ട് ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ കിട്ടുന്നത് എന്താണ്? ഈ ചന്ദ്രക്കലാഭാഗമാണ്. നേരത്തെ നമ്മൾ പഠിച്ചു വലിയ സെമി സർക്കിളിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഈ രണ്ട് ചെറിയ സെമി സർക്കിളുകളുടെ ഏരിയക്ക് തുല്യമായിരിക്കും. ഈ പച്ച കളറുള്ള സെമി സർക്കിളിന്റെ പരപ്പളവ് ചുവന്ന സെമി സർക്കിളിന്റെയും നീല സെമി സർക്കിളിന്റെയും അല്ലെങ്കിൽ അർദ്ധവൃത്തങ്ങളുടെയും പരപ്പളവുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അപ്പൊ അതിൽ നിന്ന് വലിയ സെമി സർക്കിളിൽ നിന്ന് ഈ ഡാർക്ക് കളറിലുള്ള ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ പരപ്പളവാണ് കിട്ടുന്നത്. ചെറിയ സെമി സർക്കിളിൽ നിന്ന് ഡാർക്ക് ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാലോ ഈ ക്രസന്റ് ആണ്, അല്ലെങ്കിൽ ചന്ദ്രകലാഭാഗത്തുള്ള ഭാഗമാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്തായിട്ട് ഈ കോമൺ ആയിട്ടുള്ള ഈ ഡാർക്ക് കളറുള്ള ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് സമം ഈ ചന്ദ്രക്കലകളുടെ പരപ്പളവുകളുടെ തുക എന്ന് കിട്ടും. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാം.